ഇതിപ്പോ മഴയില്ലല്ലോ, പാലത്തിന്റെ അടിയിലല്ലേ. പാലത്തിന്റെ അടിയില, മഴയില്ല, ഒന്നും കാണാനും വയ്യ. നമ്മളിവിടെ നല്ല പണി മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ ഗ്ലാസ്സിലെല്ലാം വെള്ളമാണ്. തൊട്ട് ഇങ്ങനെ ഇറങ്ങി ഓരോന്നും വൈപ്പ് ചെയ്തോണ്ടിരിക്കുക. നമ്മളിതൊരു പെട്രോൾ പമ്പിലോട്ട് ഒതുക്കിയിട്ടു. ആ പൊടിയുന്നുണ്ട്. ആ നിക്ക്, കുഴപ്പമില്ല. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതുവരെയും വീടെത്താനൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ വൈപ്പർ കേടായി കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ഓരോ ഇടയ്ക്ക് കിട്ടുന്ന ഓരോ സ്റ്റേഷനിൽ ഇങ്ങനെ നിർത്തി നിർത്തി വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിലെ മഴവെള്ളം എല്ലാം പുറകിലത്തെ വൈപ്പറൊക്കെ ഊരി കയ്യിൽ വെച്ചിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളഞ്ഞോണ്ടിരിക്കുക. എന്തായി, തുടച്ചോ? തുടച്ച് പിന്നെയും ഡോട്ട് വീഴുന്നുണ്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. നിങ്ങളുടെ ഒന്നും വൈപ്പർ റെഡി ആയിട്ടില്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലേ തന്നെ ആയാലും ഇതൊരു പാഠമാണ്. കാരണം നമുക്ക് പയ്യെ വിടാം. ഇത് ഈ തുള്ളി മുഴുവൻ വീഴുന്നത് നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഈ രീതിയിൽ തുള്ളി ഡ്രോപ്പ് ആയിട്ട് തന്നെ വീഴുന്നുള്ളൂ. ഇപ്പൊ ഒരു 10-20 മിനിറ്റ് ആയിട്ട്. അല്ല, എന്റെ ടെൻഷൻ അതല്ല. നമ്മൾ ഈ പറയുന്നോണക്ക് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉള്ളൂ എങ്കിലും ഇതിപ്പം കാര്യം ശരിയാ. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താണ് പല പ്രശ്നങ്ങളും. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ വണ്ടി ഇത് വെള്ളം തെറിപ്പിച്ച് കഴിഞ്ഞാല് പണി പാടും. ഈ ചെറിയ ഡ്രോപ്പ് പോലും നമുക്കിപ്പോ വണ്ടി ഓടുമ്പോഴേ റണ്ണിങ്ങില് പ്രശ്നമാണ്. കാണാൻ പറ്റത്തില്ല. ഇത് നമ്മള് പല സർവീസ് സെന്ററിലും ഒക്കെ ചോദിച്ചു. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസിനെ വിളിച്ചു നോക്കി, ഒന്നും ഒരു രക്ഷയില്ല. ഈ രാത്രിയിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പണിയൊക്കെ വന്ന് പെട്ടു. ഞങ്ങള് എപ്പോഴോ വീടെത്തണ്ടോന്നറിയോ? ഇപ്പൊ ആക്ച്വലി ഞങ്ങൾ ഒരു 1.5 മണിക്കൂറിന് മുകളില്. ഇല്ല, ഇതിപ്പോ തുറവൂര് കഴിഞ്ഞ് ചേർത്തലയുടെ അടുത്ത് എത്തുമ്പോഴുള്ള ഒരു പെട്രോൾ പമ്പിലാണ് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്നത്. അതിനു മുമ്പ് അരൂര് ഭാഗത്ത് കിടന്നു കുറച്ച് നേരം. അപ്പം ഇങ്ങനെ നിർത്തി പോവാണ്. ബാക്കിലത്തെ വൈപ്പറിന്റെ ആ ബ്ലേഡ് ഊരിയിട്ട് അത് വെച്ച് മീനു പറഞ്ഞു പെട്ടെന്ന് എന്നാ പിന്നെ നമുക്ക് എവിടെന്നെങ്കിലും വൈപ്പർ മേടിച്ച, വൈപ്പർ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ വൈപ്പ് ചെയ്തില്ലേ, ആ വൈപ്പ് ചെയ്യുന്ന അത് മേടിച്ചാലോ. നമ്മൾ ഈ കിച്ചൺ സ്ലാബ് ഒക്കെ വൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് മേടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. വല്ല സൂപ്പർ മാർക്കറ്റിലും കേറിയിട്ട്. അപ്പൊ പിന്നെ എന്തായാലും മീനു അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ വിചാരിച്ചപ്പോ കടയൊന്നും കണ്ടുമില്ല, ഭയങ്കര മഴയും. അപ്പൊ പിന്നെ ജസ്റ്റ് നിർത്തിയിട്ട് ബാക്കിലത്തെ വൈപ്പറിന്റെ ബ്ലേഡ് ഊരിയിട്ട് ഇപ്പൊ തൽക്കാലം അത് വെച്ചിട്ട് ആ തുടച്ചോണ്ടിരിക്കും, വൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ഞാൻ പെട്ടെന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ടാവേ. അല്ല, ഇനിയിപ്പം ബൈപ്പാസ് കേറുമ്പോ ഉള്ള ടെൻഷൻ ഉണ്ട്. വണ്ടി സൈഡിൽ നിർത്താൻ പറ്റത്തില്ല. ബൈപ്പാസില് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമുക്ക് സൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമല്ലേ. ആ പിന്നെയും തുടക്കുകയാണ്. ഇതൊക്കെ ബാക്കിലത്തെ വൈപ്പറാണ് ഇപ്പൊ കയ്യിലിരിക്കുന്നത്. മഴ പിന്നെ ഇറക്കാണോ? ഇറക്കാൻ തോന്നും. വെറുതെ അവരെ ബോറടിപ്പിക്കണ്ട. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും കാറില് അത്യാവശ്യമായിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത്, പിന്നെ ഇതുപോലത്തെ വൈപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ മറ്റേ ആക്ച്വലി പിന്നെ വേറെ ഉണ്ടല്ലോ മറ്റേ വെള്ളം പിടിക്കാത്ത സാധനമില്ലേ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്തേക്കണം. വാക്സും ഷാമ്പൂ ഒക്കെ ഉണ്ട് അതിന്റെ. ഇങ്ങനെ ഇപ്പൊ വെള്ളം ഉരുണ്ട് പൊക്കോളും. നോക്കാം. ഇന്ന് രാവിലെ ഒരു മൂഡ്, ചക്ക വറക്കാനുള്ളൊരു മൂഡ് തോന്നി. അപ്പോൾ പ്ലാവിൽ നല്ല ചക്കയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വത്സലാൻറ്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ് അങ്ങനെ കുറച്ച് ചക്ക ഇടിയിപ്പിച്ചിട്ടുണ്ട്. വറക്കാനുള്ള പരിപാടിയില്ല ഇപ്പം നിൽക്കുന്നത്. ഇത് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കയാണ്ടോ. ഇതൊക്കെ പരുവമൊക്കെ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കറക്റ്റ് പരുവം ഇങ്ങനെയൊക്കെ തന്നെ ആണെന്നാണ് ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും നോക്കാം ചക്ക എങ്ങനെ ഇരിക്കുമെന്ന്. നമ്മുടെ പ്ലാവ് ഞാൻ കാണിക്കാവേ.
നമ്മളിവിടെ കുറേ ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ പ്ലാവ് ഇങ്ങനെയൊക്കെയാണ് കണ്ടോ. അതുകൊണ്ട് ആ പ്ലാവിലെ അതുകൊണ്ട് അങ്ങ് കാണുന്ന ഈ പ്ലാവിലെ ചക്കയാണ് നമ്മളിട്ട്. വത്സരാൻറ്റി വളരെ സാഹസികമായിട്ട് ഇട്ടായിരുന്നു. ചക്ക മേടിക്കാനായിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട്. അമ്മ ഇങ്ങനെ ഓരോരുത്തർക്ക് ചക്ക കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹത്തിൽ വത്സലാൻറ്റി എടുത്ത് പറഞ്ഞിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നത് കാണാണ്ട. അമ്മയുടെ സന്തോഷം കണ്ടോ, ചക്ക കൊടുക്കാനുള്ള സന്തോഷം. അമ്മ ചക്ക ഇടിപ്പിച്ചിങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക വറക്കുന്ന സൈഡിലോട്ട് പോവാം. ഞാൻ തന്നെ വേണം ഇതെല്ലാം ചെയ്യാൻ. റെയറായിട്ടാണ് ഇങ്ങനത്തെ ചിത്രശലഭങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നത്. കണ്ട, ഒരാഴ്ചയൊക്കെ ഉള്ളൂ ആയുസ്. എന്നിട്ട് കൊടത്തെറ്റി ഉള്ളപ്പോൾ ഒരുപാട് കാണായിരുന്നു. ഒന്നുകൂടി ഇടിയിപ്പിക്കാം. ഇതാ ഇവിടെ കൊലകൊലയായിട്ട് വേറെ നിപ്പുണ്ട്. നമുക്ക് ഇതുകൂടെ ഒന്ന് ഇടിയിപ്പിക്കാം. വലുതുണ്ടായിരുന്നോ ചക്ക? മലയാളികളുടെ ഒരു വികാരം. ചക്ക അവിയൽ, ചക്ക തോരൻ, ചകിണിത്തോരൻ, ചക്കക്കുരു മെഴുക്കുവരട്ടി തുടങ്ങിയ ചക്ക വറുത്തതിൽ വരെ അവസാനിക്കുന്ന ചക്ക എന്ന വിസ്മയം. നമ്മൾ കയ്യിൽ ചക്ക എടുക്കാൻ നേരത്ത് കയ്യിലെല്ലാം എണ്ണ വെച്ചിട്ടായതുകൊണ്ട് ക്യാമറാമാൻ മാറിയിട്ടുണ്ട്. തൊട്ട് വന്ന് എടുക്കുകയാണ്. ഞാൻ എൻ്റെ കയ്യിലെല്ലാം എണ്ണയുണ്ട്. എനിക്ക് ഫോണൊന്നും പിടിക്കാൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് പൊള്ളിയ പാടുകളൊക്കെ ഉണ്ട്. കഷ്ടപ്പെടുന്ന ജനത മനസ്സിലായി. എന്തോ ഞങ്ങള് സാഹസികമായിട്ട് ഇപ്പൊ ചക്കയൊക്കെ ഇട്ടിട്ട് വന്നതാണ്. ഒരു സൈഡില് ചക്ക ഇടുന്നു, ചക്ക വെട്ടുന്നു, ഒരു സൈഡില് കണ്ട് ചക്ക കാണാനായിട്ട് തേങ്ങ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാൻറ്റി ആളുടെ അടുത്ത് ചോദിക്കുവാണ്, നിങ്ങളുടെ നാട്ടിൽ ആരാ ജയിച്ചേ? നിങ്ങളുടെ നാട്ടിൽ ആരാ ജയിച്ചേ? ലാൻഡിയുടെ ഭാഷ പുള്ളി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷ അവർ പഠിച്ചു. നല്ല ചവിണിയുണ്ട് കണ്ടോ, നല്ലപോലെ ചവിണിയുണ്ട്. ഇത് നല്ല ചക്കയാന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഇളുന്നിളുന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് എടുക്കുമ്പോ ഇതാ നോക്ക് കണ്ടോ, ഇളുന്നിളുന്നിന്ന് വരുന്നുണ്ട് നല്ലപോലെ. പെട്ടെന്ന് ഇങ്ങനെ കിട്ടും. വിളഞ്ഞ ചക്കയാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. വിളഞ്ഞ ചക്ക ആയതുകൊണ്ടാണോ? വിളഞ്ഞ ചക്കയാണെങ്കിൽ പെട്ടെന്ന് ചവിണിയിൽ നിന്ന് വിട്ട് വരും. പച്ച ചക്കയാണെങ്കിൽ അത്രയും പെട്ടെന്ന് കിട്ടത്തില്ല. അത് അത്രയും ഉണ്ടോ. നീയുണ്ട് ചക്ക ഇഷ്ടം പോലെ. നമ്മളൊരു വലിയ ചക്കയൊക്കെ ഇട്ടായിരുന്നു. അതിനൊക്കെ ഇനി മുറിക്കണം. ഇതെല്ലാം കൂടി ഇന്ന് എനിക്ക് താങ്ങുമോന്നറിയില്ല. അതെടുത്തോ, വീഡിയോ എടുത്തോ? അതെടുത്തു. വലിയൊരു ചക്ക ഇട്ടിട്ടുണ്ട്. ഇത് ആദ്യം ഇട്ട ചക്കയാ. ഇപ്പൊ തൊട്ട് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നിടത്തുനിന്ന് വിളിച്ച് വരുത്തി വീഡിയോ. തൊട്ടിന്റെ പൈസ ഒന്ന് കാണിച്ച്. എണ്ണയിൽ കുളിച്ച് കിടക്കുന്ന ഒരു ചക്ക. അയ്യോ, അത് എണ്ണക്കകത്ത് വീണ പോയി. ഓക്കെ, ഞാൻ വേറെ വല്ലതും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് നമ്മൾ വെള്ളം കൊടുക്കണമെന്നാണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം കൊടുത്തേക്കാം. വെള്ളം, പാനി, വെള്ളമൊക്കെ കൊണ്ട് തന്ന് സഹായിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായം ചെയ്യാലോ എന്ന് കരുതിയിട്ട് എങ്ങാണ്ട് വന്നതാ. വെട്ടത്തൊക്കെ എടുത്ത് ആയുധം വെച്ചോണ്ടുള്ള കളിയാ. അമ്മ ഇങ്ങനെ ഓടി നടക്കുവാ. എന്റെ രഹസ്യം പറയാ കേട്ടോ. രഹസ്യം പറയുന്നു. പിച്ചാത്തിയാന്നേ പറയാവുള്ളൂ. അതാണ് ഇത്രയും വലിയ രഹസ്യം. മനസ്സിലായി കേട്ട്. ഇതാണ് അമ്മയുടെ പിച്ചാത്തി. അമ്മയുടെ പിച്ചാത്തി ഭയങ്കര ചക്കര ആന്റിക്ക് പിച്ചാത്തി വേണം പറഞ്ഞപ്പം പുതിയ 2 പിച്ചാത്തി കൊണ്ടുവന്നു. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റേത് ഞാൻ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തില്ല. മനുഷ്യന്റെ ചെറിയ ചെറിയ ചാവല്യം അത്രയൊക്കെ ഉള്ളൂ ഒരു പിച്ചാത്തിയുടെ കാര്യത്തിൽ. എന്ത് പറയാം. മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ മുഖം കാണിച്ചിട്ട് പോകുന്നുണ്ട്. മനസ്സിലായി ഓടി കിടന്ന് തേങ്ങ ഇടിപ്പിക്കുകയും പരിപാടികളൊക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടോ എന്ന് കാണിക്കാനായിട്ട് വരുന്നുണ്ട്. നമുക്ക് അരയ്ക്കാൻ തേങ്ങ ഇല്ലാത്ത വിഷമത്തിൽ
അതുകൊണ്ട് ഞാൻ ആ വഴിയെ കൂടെ പോയവരെ വിളിച്ചത്. മത്സരാന്റിക്ക് തേങ്ങ തിരുമാൻ തേങ്ങയില്ല, അതുകൊണ്ട് മത്സരാന്റി ഇനിഷ്യേറ്റീവ് എടുത്ത് തേങ്ങ ഒക്കെ ഇടിയിപ്പിക്കാൻ. എന്ത് പറ്റി രമണ? രമണ ഇല്ല, അത് ഇതായിട്ട് ഞാൻ ഇങ്ങനെ അമക്കി വെച്ചേക്കുമായിരുന്നു. ഇപ്പം നിന്നെന്ന് തോന്നുന്നു ബ്ലീഡിങ്. ശരി, ന്യൂസ്പേപ്പറിന് ഇതിട്ട് കൊടയും. കയ്യോറ കട്ടായിപ്പോയി. ഇടെങ്കിൽ പൗഡർ ആദ്യം ഇട്. മറ്റേ മുറിവിന്റെ സ്പ്രേ അടിക്കണം. ഇല്ല, ഇതായിരിക്കും നല്ലത്. നമ്മുടെ പഴയ മറ്റേ ന്യൂസ്പ്രിൻ ഇല്ലേ, പൊടി. എന്തായി? ഒരാള് ചെയ്യാൻ വന്നതായിരുന്നു, ഇപ്പം 9 പേരായി എന്ന് പറയുന്ന പോലെ. എല്ലാവർക്കും ചക്ക കണ്ടപ്പോ അപ്പൊ ഇന്ന് ഫുഡൊന്നും ഇല്ല ഉച്ചക്ക്? ഇന്ന് ഉച്ചക്ക് ഇന്ന് പാഴ്സലായിരിക്കും. ഉച്ചക്ക് ഇന്ന് ഫുഡ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ കുമാർജി അറിഞ്ഞോ? കുമാർജി വരുമ്പോ ഇനിയിപ്പം മീനുണ്ട്. നിങ്ങൾക്ക് പാഴ്സൽ വെച്ചാൽ ഞങ്ങൾക്കും പാഴ്സൽ മതി. മീനൊക്കെ അവിടെ നാളെ കഴിക്കാം. മീന് വേണ്ട അല്ലേ? മീനൊക്കെ അവിടെ നമുക്ക് നാളെ കഴിക്കാം. എന്തൊരു നീ വേണ്ട, അതൊക്കെ പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ എനിക്ക് ബിരിയാണി മതി. മതി. ഡോക്ടറോട് പറഞ്ഞ വല്ലപ്പോഴും മീൻ കൂട്ടുന്ന മരുന്നോട് തരാൻ പറഞ്ഞു, അല്ലെങ്കിൽ വായു ഇളകി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും. ഡോക്ടറിന്റെ അടുത്ത് പറയണോ? അല്ല, അങ്ങനെ പറയാറുണ്ടോ? ഞാൻ പറയും. ആണോ? 6 മാസമൊക്കെ മീൻ കൂട്ടാതൊക്കെ വായു ഇളകുന്നതിന് അത് തന്നെ സമാനമായിട്ട് മരുന്ന് കഴിക്കാം. മീൻ കൂട്ടാതെ പറ്റത്തില്ലെന്ന് പറയും. അന്നേരം പറയാം കൊച്ചു മീനോ ഒക്കെ നെയ്യില്ലാത്തൊക്കെ കൂട്ടാൻ പറയും. കൊച്ചുമത്തി, പൊടിമീന്, പിന്നെ നണ്ടന് ഒക്കെ കഴിക്കാൻ പറയും. ഫുൾ ഹോൾഡാ മത്സരാന്റിക്ക് ഇല്ലയോ? എല്ലാ ഡോക്ടർമാരുടെ ഞങ്ങൾക്കൊക്കെ അത്യാവശ്യത്തിന് നമ്മള് ഒരു മനുഷ്യന്റെ അടുത്ത് പോയി സംസാരിക്കേണ്ട രീതിയല്ലേ നമുക്കറിയത്തില്ലേ? നമ്മളുടെ രീതിയിൽ സംസാരിക്കും. ഡോക്ടർമാര് നമ്മുടെ രീതിയിൽ സംസാരിക്കും. അന്നേരം നമ്മൾക്ക് അത് പറ്റത്തില്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറയുമ്പോ നമുക്ക് ഏതായാലും ഇത് വേറെ കിടക്കുന്ന ഇഷ്ടം പോലെ. മറ്റേ ചവിട്ടുമത്തായി എല്ലായിടത്തും വെളിയിലിട കൊള്ളാത്ത എല്ലാം പെറുക്കിയാണ്ട് അടുക്കളക്കകത്ത് അവിടെ പാത്രം കഴുകുന്നിടത്തൊക്കെ. അതപ്പോ കുമാരന്റെ അടുത്ത് പറഞ്ഞോ ഇതുപോലെ ഇതാണ്? വരുമ്പം അറിയ ഫുഡില്ല എന്നുള്ളത്. അച്ഛനുള്ളതുണ്ട്, അതാ അമ്മ ഇത്ര സമാധാനത്തിൽ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിലിരിക്കുന്നത്. ഇവിടെ തേങ്ങട വന്ന കൊച്ചനെ ആ ചേട്ടനോട് ചോദിച്ചു, എനിക്കൊരു ഷർട്ട് തരാമോ? ഷർട്ട് തരാമെന്നോ? പോയോ എന്നിട്ട് അറിയാന്നാണോ? ഇവിടെ ഇന്നാളെ എന്റെ മോൻ തന്നില്ലേ ഒരു ഷർട്ടും 2 പാന്റും ഒക്കെ. അതില് 2 പാന്റും ഒരു ഷർട്ടും ആയി. ബാക്കി അങ്ങോട്ട് വേറെ ഉള്ളത് എടുത്തു വെക്കാം കേട്ടോ. അന്നേരം എന്നോട് പറയാം, ഇനിയും ഞാൻ വിടാൻ വരുമ്പോ അമ്മച്ചി അവിടുത്തെ ചേട്ടന്മാരോട് പറയണേ. ഞാൻ പറയാം പറഞ്ഞു. കുറെ ഒറ്റക്കൂപ്പി വെള്ളം കുടിച്ചു, വലിയ 2 ലിറ്ററിന്റെ ഒരു കുപ്പി വെള്ളം ഇഷ്ടം. നമ്മള് മറ്റേ ഇന്നാളി വന്ന് തേങ്ങ ഇട്ട് അങ്ങനെ കൂട്ടല്ലോ. ഞാൻ പറഞ്ഞ മോനെ ഇതെല്ലാം ഒന്ന് വെട്ടി ഒടിച്ചിട്ടാന്ന് പറഞ്ഞപ്പോ അത് അടി കൊടുക്കാൻ തോന്നുന്നു. നമ്മള് പറഞ്ഞില്ലേലും വേണ്ടില്ല. ആ തെങ്ങിൻ ചോട്ടിൽ ചെന്ന് കിടന്ന് ആ തെങ്ങിൻ ചോട്ടിലേതും എല്ലാം വെട്ടി ഒടിച്ചിട്ട് അമ്മ അടുക്കി വെക്കണേന്ന് ഞാൻ പറഞ്ഞ അടുക്കി വെക്കാം. 2 മഴ പെയ്തപ്പോഴത്തേക്ക് പിന്നെയും അയ്യം മുഴുവൻ കാടായില്ലേ? കാടായി. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് ഇനി മറക്കാറൊക്കെ ആകുമ്പോ വന്നാ മതി. എപ്പോഴെങ്കിലും മറക്കാൻ തോന്നില്ല. അത് പറ്റി അത് അരിയട്ടെ, അപ്പോഴത്തേക്ക് തരാം. ഇപ്പോഴത്തെ എന്റെ ഈ ഉള്ളിപ്പൊളി അരി കണക്കാകുമ്പോ 2 വെട്ട് വെക്കുമ്പോ അതും അതിന്റെ ജോലിയുണ്ട്. ചക്കക്കുരു മൊത്തം തെന്നിച്ച് അതൊക്കെ തരാം. നാളെ നാളെ എങ്ങും പോകണ്ടല്ലോ അന്നുമുള്ള നേരത്തെ വരാന്ന് പറയുന്നത് നമുക്ക് എവിടുന്നെങ്കിലും ഒരെണ്ണം വരും. സത്യവാ. ഇവിടെ പറഞ്ഞോ നാളെ നേരത്തെ ഇന്നലെ കണ്ടില്ലയോ വന്ന സമയം? അയ്യോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ സിലിണ്ടർ ഒന്നും ഇപ്പൊ കിട്ടാത്ത അവസ്ഥയിൽ നമ്മള് ഈ ചക്ക വറുക്കുന്നത് ശരിയാണോ? പക്ഷെ നമ്മളിത് തനതായ രീതിയിൽ പുറത്ത് വിറകെടുത്ത് അങ്ങനെ അടുപ്പ് കൂട്ടിയാണ് നമ്മളിത് വറുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ സിലിണ്ടർ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാതെ ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. നമ്മള് അടുപ്പൊക്കെ കൂട്ടി അങ്ങനെ അതും പോലെ വിശേഷം തേങ്ങ ഇടാൻ വന്നപ്പോ കൊതുമ്പും പറിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ കൊതുമ്പും ഒക്കെ പറിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മള്
നമ്മുടെ അയ്യത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കണ്ണ് തുറന്ന് നോക്കിയാൽ ചക്ക ഇടുകയും തേങ്ങ ഇടുകയും എല്ലാം ഒരുപോലെ ദിവസം കൊണ്ട് നോക്കിയിരിക്കാന്നറിയാം. ചക്ക ഇട്ടപ്പോ മുയലി എത്തും എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കൃത്യസമയത്ത് ചക്ക ഇട്ടപ്പോ തന്നെ തേങ്ങ ഇടാൻ ആള് വന്നുകൊണ്ട് ചൂട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെ ചൂട്ടും കൊതുമ്പും എല്ലാം കിട്ടിയിട്ടുണ്ട്. ചൂട്ട് ഓലക്കല്ലേ പറയുന്നത്, ഉണങ്ങി അതൊക്കെ ആരെടുക്കുന്നു? അതൊക്കെ എടുത്ത് വെച്ചാൽ ഓണത്തിന് പറഞ്ഞതാ എല്ലാം കൂടെ തള്ളി 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 പറമ്പിലോട്ടൊക്കെ ഇറങ്ങി നോക്കണമെന്ന്. ഞാൻ അറ്റ്ലീസ്റ്റ് മൂത്ത് ഒഴിക്കാൻ പോകുമ്പോഴെങ്കിലും കാണും ഇതൊക്കെ. ചുട്ട് പിന്നെ ഇപ്പൊ പോകുന്നില്ല കേട്ടോ, പാമ്പിനെ പേടിച്ചിട്ടാ. ഇന്നലെ പറഞ്ഞിട്ടില്ലേ, ഇന്നലെ ഇല്ലേ പിന്നെ ആശുപത്രിയിൽ നിൽക്കുന്ന ചുരു കൂടിയാണ് സിസ്റ്റർ പറയുമായിരുന്നു. ആ സിസ്റ്ററിന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേത് പിന്നെ തഴവ ഒരു വീട്ടിലാണെങ്കിൽ റോഡ് സൈഡിലെ പോച്ചക്കകത്ത് ഇരുന്ന് 30 അണലിക്കുഞ്ഞുങ്ങൾ. 30 എണ്ണം. അണലിക്കുഞ്ഞുങ്ങളെ ഫോണിനകത്ത് ഇതുമാത്രം കണ്ടാ ഞാൻ എപ്പോഴേ ഒന്ന് മാറ്റി. ഞാൻ ഇന്നലെ വൈകിട്ടേ ചേച്ചി വൈകിട്ടേ ആ സന്ധ്യക്ക് ഞാൻ ദോശ കിട്ടണ ഇന്നപ്പോ എന്നോട് ചേച്ചി സൂക്ഷിച്ച് നിൽക്കണേ, ഭാര്യയും ഭർത്താവിടെ കിടക്കോട്ട് പോയത്. എന്നിട്ട് അവരവിടെ ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞിട്ട് പോവുക, ആർക്കെങ്കിലും 100-500 രൂപ കൊടുത്തിട്ട് ചേച്ചി നിൽക്കുന്നതൊക്കെ 4 ദിവസം പോച്ച പറിക്കാണ്. ഞാൻ അനലിസാറ് നോക്കിയപ്പോ എല്ലാരും അനലിസാറിനെ അതിപ്പോ അമ്മ പാമ്പിന്റെ കൂടുതൽ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഒരു സജഷൻ. അല്ല ഇപ്പൊ എല്ലായിടത്തും ശല്യമാകും. ഇപ്പൊ എന്താ സർവേ അങ്ങനെ ആരാണ്ട് പാമ്പിനെ പിടിക്കാൻ ഇറങ്ങിയിട്ട് അവർക്ക് കാശ് കൊടുക്കാത്തിട്ട് ഇപ്പൊ അവരും വരുന്നില്ല. എന്ത് കഷ്ടമായി. നാട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളാ, ഇതാണ് ശരിക്കും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് മത്സരാന്റി ഓപ്പൺ ആയിട്ടങ്ങ് പറയുന്നു. ചെന്നാ മതിയടാ എന്നുള്ള ന്യൂസ് ഓരോ അങ്ങനൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ നമുക്ക് എന്താ നാണക്കേടില്ല. പൊതുജനയല്ലോ നമ്മളുള്ള കാര്യമല്ല പറയാം. നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാ പറയുന്നത്. അത്രേ ഉള്ളൂ. ഇതാണ് നാട്. അല്ല ആ കമ്പ് മാറ്റി ഇപ്പൊ വേറെ സാധനം കിട്ടിയോ? ആ ഇതിന്റെ ഇടയ്ക്ക് ഗ്രില്ലിന്റെ ഞങ്ങള് വെള്ളമുള്ളിടത്തെല്ലാം പാമ്പ് കയറുന്നതുകൊണ്ട് എല്ലാം ഇടിച്ച് കയറ്റി വെച്ച് ഡോറിന്റെ സൈഡിലല്ല. ഇത് പാമ്പിന്റെ വാല് കൊണ്ട് ഒരു തെള്ളു കളിക്കാൻ ഇളകി പോവല്ലോ. അപ്പോ ബാത്റൂമിനകത്ത് എന്താണെന്നറിയോ, ഡ്രെയിനകത്ത് ഇതുപോലെ താഴത്തെ ഡ്രെയിനകത്തൂടെ പാമ്പ് കയറി വരുമല്ലോ. അതങ്ങനെ ചില ന്യൂസ് കണ്ടോണ്ട് അമ്മ ഇത് നമ്മുടെ ഫ്ലോ ട്രാപ്പില്ലേ, ആ ഡ്രെയിനിന്റെ മുകളിൽ വന്നിട്ട് ഓട് കൊണ്ടുവച്ചു. അപ്പൊ പാമ്പ് വന്നിട്ട് അങ്ങനെ പൊക്കോണെങ്കിൽ ഓട് ഇങ്ങനെ പൊക്കി പാമ്പ് അമ്മയ്ക്ക് പാമ്പിന്റെ കളിയൊക്കെ അമ്മ എടുത്ത് നടക്കൂ. ഒന്നുമില്ല, പാമ്പിന്റെ ഇതൊക്കെ അമ്മ പണ്ട് കളിക്ക മുതലേ എവിടൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ എല്ലാം തുണിയൊക്കെ ഇടിച്ചു കയറ്റു. തുണിയും മേളിൽ കൂടെ അഴിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇല്ലല്ലേ, പാമ്പിനെ പേടിയില്ല. കടയിലാണെങ്കിൽ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുക. ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുമ്പോ റോഡിൽ കൂടെ ഒരാൾ കണ്ടുകൊണ്ട് പോകുന്നു. ഉത്തര വണ്ണത്തിലൊരു മഞ്ഞച്ചാര എന്റെ പുറകിൽ കൂടി ഇങ്ങനെ എറിഞ്ഞു വരുന്നു. എറിഞ്ഞു വരുന്നു. അത് കണ്ടുകൊണ്ട് ആ റോഡിൽ അയാൾ നോക്കി നിൽക്കുക. നോക്കി നിന്നിട്ട് എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞ പിന്നെ ഷാജി ഇതൊന്ന് കളച്ചാന്നോ. അത് പിന്നെ കളയ്ക്കാം ചേച്ചി അവിടെ അനങ്ങാതിരിക്കുന്നു. എന്നിട്ട് ഇത് റോഡിലോട്ട് കയറിയപ്പോ പറയുന്നുണ്ട്, ഇതിനെ കണ്ടോണ്ട് ഞാൻ നോക്കി നിന്നു. ഇത്ര മഞ്ഞച്ചാര ഇങ്ങനെ ഇഴഞ്ഞു പോയി. പേടിയില്ല, ഫാനിന്റെ മണ്ടക്ക് കയറി. ഫാനിന്റെ മണ്ടക്ക് കയറിയ ഫാൻ കിടന്ന് കറങ്ങിയപ്പോഴാണ് ഇത് ഇങ്ങനെ അനങ്ങുന്നത്. പാമ്പ് ഫാനായിരുന്നു അനുഗ്രഹിക്കുന്നു. അതിനുശേഷം എന്റെ മുറിക്കാൻ തനിക്ക് കയറത്തില്ലല്ലോ. പേടിയാ. എന്റെ മുറിയിൽ ഞാനും പാമ്പും മാത്രം. പാമ്പല്ല, മഞ്ഞച്ചേര. അമ്മക്ക് അങ്ങനൊന്നും അല്ല, ചേരൊക്കെ വാരിമൂക്കനെയൊക്കെ കണ്ടാ തല്ലിക്കൊല്ലുമായിരുന്നു. ഇപ്പൊ പിന്നെ കൊല്ലത്തില്ല ഒന്നിനും. മണാശ്ശേരി ചെന്നപ്പോ പറഞ്ഞു, ഒരു എഴയന്തിനെയും കൈകൊണ്ട് തല്ലിക്കൊണ്ടിരുന്നു. വെള്ളവര ചുറ്റുവള നമ്മളെ കയ്യിലിടുന്ന ചുറ്റുവള ഇല്ലേ, അതുപോലെ ഇരിക്കും. ചുറ്റി ഇരിക്കും. ഷൂവിനകത്തൊക്കെ കയറി അതുപോലെ തന്നെ അവിടെ ഇരുന്നത്. ക്രോക്സ് ഇടിയിൽ ഞാൻ നിർത്തി. ഇപ്പൊ സർവത്ര എവിടെ നോക്കിയാലും ക്രോക്സ് തൂങ്ങി കിടക്കുന്നുണ്ട്. ഞാനിപ്പം എന്റെ പരമ്പരാഗത ചെരുപ്പിലോട്ടൊക്കെ മാറി. അതെടുത്ത് താഴെ ഇടും. തുണിയൊക്കെ ഇരിക്കുന്നത് വത്സലന്റെ ആണോ ഇത്? മാക്സി ഒക്കെ
ഓക്കെ, ഞാനെങ്കിൽ പിന്നെ വരാം. ഓക്കെ, അപ്പം ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കട്ടെ. യെസ്, കുമാർജി വന്നിരിക്കുന്നു. ഇപ്പം ഇന്ന് സാധാരണ വേറൊരു പാത്രത്തിലാണ് എടുക്കുന്നത്. എല്ലാ കുഴികളും അത് എല്ലാ കുഴികളും നിറഞ്ഞായിരിക്കുന്നില്ലേ. ഇന്നിപ്പോൾ എന്തായാലും വന്നിട്ട് ചക്ക എന്തോ അമ്മേ ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊക്കെ ഇത്ര ആയതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇരുന്ന സാധനം എടുത്ത് ഉള്ളത് കൊണ്ട് കഴിച്ചുകൊണ്ട് പോകുന്നു. സാമ്പാറും മീൻ കൂട്ടാനും ഉന്നയിക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ, ബാക്കി ഇനി അവിടുത്തെ ചക്കപ്പരിപാടിയൊക്കെ എന്തായാലും നോക്കട്ടെ. ഏത് മനസ്സിലാമ്മയുടെ ജോലി അതിനുള്ളിൽ പെറുക്കി തരും. അയ്യോ എപ്പോഴായി എനിക്കറിയാൻ വയ്യ. എന്റെ ജോലി പോലും നടന്നില്ല. ഉമ്മണിക്കട്ടെ കാണിച്ചേ ചുമ്മാ ഇരുവനെ എന്തായി പരുവാണോന്ന് വറുത്തു നോക്കി തിന്നു. അതെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഞാൻ കഴിച്ചതിന് ഒരു ക്രിസ്പിനെസ് ഇല്ലായിരുന്നു. ചിലത് ഞൊങ്ങുന്നുണ്ട്, കട്ടി കൂടുതൽ. ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കിയിട്ട് കുത്തിയിരുന്നിരുന്നു. കട്ടി കുറയ്ക്കണം. ആ കനം കുറച്ചാൽ മതി. അതെ, ടേസ്റ്റ് ഉണ്ട്. നല്ല കനമുള്ള ചക്കയാ. ആണോ? ഈ ഒരു ചരുവം ആവുന്നു, ഒരു ഉരുളിയോളം ആയി. അത് 2 ഓടിനേ ഉള്ളൂ. ഇത് 2 ഓടിനേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത് വറുത്ത് ഓടെന്ന് ഉദ്ദേശിച്ചത് ഓട്ടുരുളിയാ. ഓട്ടുരുളിക്ക് 2 ഓട്ടുരുളി. 2 പ്രാവശ്യമായി. 2 ഓട്ടുരുളിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളൂ. രാവിലെ ഇന്ന് വരുമ്പോ കൊണ്ടുവരാം. വലിയ പാത്രം മത്തങ്ങ വന്നു ചേച്ചി വെള്ളത്തില് പണ്ട് ഇവിടെ പാല് നയിക്കുന്നു. ചക്ക കിലിങ്ങണം. ചക്ക കിലിങ്ങണം. കിളിങ്ങണം. കിളിങ്ങിയിട്ട് വേണം ഉപ്പൊഴിക്കണ്ട. കിലിങ്ങുമ്പോ പരുവായി. കീഴിലാണ്. ആ വടക്കോ കിഴക്ക് അതിന്റെ കീഴിലെവിടെയോ ഉണ്ട്. ശ്രദ്ധിച്ചു വേണേ, നല്ല തെറിക്കുന്നതല്ല. ഈ കാലയില് അവിടെ തെറിക്കുന്നുണ്ട്. അവിടെ എണ്ണ വീണേക്കുന്ന പാട്. പോരുമ്പോ ഇരിക്കുന്നതാണ്. ഉരുളി എപ്പോഴും ശ്രദ്ധിക്കണം. പപ്പി പപ്പി മീനു. ടോട്ടൽ 3 ചക്ക. ഇപ്പൊ കിലുക്കം വന്നു തുടങ്ങി അല്ലേ? എന്ത് കിലുക്കം? ഈ സൗണ്ട് കേട്ടോ? കിലി 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 കിലാന്ന് കേൾക്കണം. അപ്പം പരുവായി. വേണ്ടാതെ ഓരോന്ന് പറയുന്നതല്ല അതിനകത്തൊന്ന് പറയണം. വേണ്ടാത്ത പറഞ്ഞു. ഇല്ല, ഇത് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കാത്ത വീഡിയോ ആണ് ഇത്. എഡിറ്റ് ചെയ്ത് ഞാൻ ജീവിതം മുഴുവൻ വെറുതെ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി മുതല് അൺഎഡിറ്റ് ആയിട്ട് റോ ആയിട്ട് അങ്ങ് ഇടത്തേ ഉള്ളൂ. ഇല്ല, എല്ലാ വൃത്തികളും ഞങ്ങൾ നാട്ടുകാരെ കാണിക്കാൻ പോകും. അതുകൊണ്ടല്ലേ ഇതെന്റെ ഇപ്പൊ ഇത്രയും വൃത്തികേടായിട്ട് ഇവിടെ കിടന്നിട്ട് എല്ലാം അത് എടുത്ത് വെച്ച്. ഇത് അടച്ചു വെക്കണ്ടേ? അടച്ചു വെക്കണ്ടേ? നീക്കി കഴിക്കാം, ചായ കൊടുത്ത് കഴിക്കാം. അപ്പോഴേ എൻ്റെ ഒരു ഇതുള്ളൂ. മറ്റേ വേറൊരു കണ്ണോപ്പ ഉണ്ടല്ലോ, അതാ നല്ലത്. ഇതിനകത്ത് ഈ കണ്ണോപ്പ കോരുമ്പോഴത്തേക്ക് മൂക്കുന്നു. ഈ ചട്ടുകത്തിന്റെ കാര്യം പറയുന്നേ. അമ്മേ അമ്മേ അത് നോക്കുവോ അമ്മ? നോക്കാൻ പോയ കാണുന്നില്ലേ? കാണുന്നില്ല. കടലോട്ട് പോകാൻ കയറി. ഇതിന്റെ അടിയിൽ പേപ്പറൊന്നും വെക്കണ്ടേ? വേണ്ട, അടിയിലോട്ട് ഇതായിക്കോളൂ അല്ലേ? വാർന്ന എണ്ണ കിട്ടണം, എന്നിട്ട് ആ എണ്ണ തിരിച്ച് ഇതിനകത്ത് ഒഴിക്കണം. ആണോ? ഇത് കാര്യമാണല്ലോ, വരുന്നേ ഉള്ളൂ അല്ലേ?
വേണമെങ്കിൽ ഇറങ്ങി വരും. എന്നിട്ട് ഇനി ഇതിന് പിന്നെ പേപ്പറിൽ നിരത്തും. പേപ്പറിലോ? അയ്യോ, ഇനി ഇത്രയും മറക്കാനുണ്ടല്ലേ? ചക്കുപ്പേരിയുടെ ഒരു പീസ് ഉറുമ്പും തിന്നോണ്ട് പോകുന്നുണ്ടോ? എന്തേ അത് കാണിച്ചമ്മേ ആ കണ്ണപ്പ? വിറക് ശേഖരിക്കുന്നു. വിറക് ശേഖരിക്കുന്നു. അതെ, നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം. കഴിഞ്ഞോ? ലാസ്റ്റ് ഓട് കഴിഞ്ഞു. സമയം എന്തുവേടാ? സമയം 5:34. 5:34. അയ്യോ, ഇപ്പൊ തുടങ്ങിയതല്ലേ? 11 മണി. 10:30 ചക്കയിടാൻ തുടങ്ങിയ. 10:30 തുടങ്ങി മൊത്തം പ്രോസസ്സ് കഴിഞ്ഞ് ഇപ്പൊ 5:30 അല്ലേ? 5:30. ഇനി ഒന്ന് നടുന്ന് ഓർക്കണം. ചക്കയുപ്പേരി റെഡി. ചക്കയുപ്പേരി എല്ലാവർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്തു. ചക്കയുപ്പേരി ലാസ്റ്റ് ഓട്. ഇപ്പൊ ചായ കുടിച്ചിട്ട് കൈ മുറിഞ്ഞു. ഇന്നെന്തേലും നടുവ് തിരുമ്മി തരാം കേട്ടോ. ഓക്കെ, ഡൺ.